മോർണിംഗ് കറണ്ട് അഫയേഴ്സ് തേഴ്സ്ഡേ ജാനുവരി 2. ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് ഗഗൻയാനും ചന്ദ്രയാൻ 3യെയും കുറിച്ചാണ്. ചന്ദ്രയാൻ 2 നമ്മളെല്ലാവരും കഴിഞ്ഞ വർഷം അവസാനം കണ്ടതാണ്. ചന്ദ്രയാൻ 2 ലാസ്റ്റ് സ്റ്റേജിൽ ക്രാഷ് ആയിപ്പോയി. വിക്രം എന്ന് പറഞ്ഞ ലാൻഡർ ചന്ദ്രന്റെ ലൂണാർ സൌത്ത് പോളിൽ ലാൻഡ് ചെയ്യാൻ ISRO ശ്രമിച്ചെങ്കിലും അത് കഴിഞ്ഞില്ല. അപ്പോ ISRO ഇനിയിപ്പോ അടുത്ത അറ്റംപ്റ്റ് ചന്ദ്രയാൻ 3യുടെ നടത്താൻ പോയാണ്. അത് മിക്കവാറും 2021 നടക്കുമെന്നാണ്. സെയിം ചന്ദ്രയാൻ 2 തന്നെയാണ് ചന്ദ്രയാൻ 3 ആയിട്ട് അവർ അവതരിപ്പിക്കുന്നത്. ചന്ദ്രയാൻ 2ല് വിക്രം ലാൻഡർ എന്തുകൊണ്ട് ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ക്രാഷ് ആയെന്നൊക്കെ അവർ പഠിച്ചിട്ട് അതിന് ഒന്ന് പുനരാവിഷ്കരിക്കുന്നു. ചന്ദ്രയാൻ 3 എന്ന് പറഞ്ഞ പേര് മൂന്നാമത്തേതായതുകൊണ്ടാണ് 2 തന്നെയാണ് അതിൽ നടക്കാൻ പോകുന്നതെന്നാണ് വിശ്വാസമല്ലാണ്. പിന്നെ ഗഗൻയാൻ ഇന്ത്യ 2022 നടപ്പാക്കാൻ പോകുന്ന മാൻഡ് സ്പേസ് മിഷനാണ്. ഇന്ത്യയിൽ നിന്ന് 3-4 എയർഫോഴ്സ് പൈലറ്റുമാര് ഇന്ത്യയുടെ ആദ്യത്തെ ആസ്ട്രോനോട്ട്സ് എന്ന് പറഞ്ഞാൽ US നിന്നുള്ള പിന്നീട് സ്പേസ് സഞ്ചാരികളാണ് ആസ്ട്രോനോട്ട്സ് എന്ന് പറയുന്നത്. റഷ്യയിൽ നിന്നുള്ള സ്പേസിലേക്കുള്ള ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ കോസ്മോനോട്ട്സ് എന്നാണ് പറയുന്നത്. അപ്പം ഇന്ത്യക്കാരത് ഗഗനനോട്ട്സ് എന്നാണ് പേരിടാൻ പോകുന്നതാണ് ഞാൻ വായിച്ചത്. പക്ഷെ എന്തായാലും ഇപ്പൊ തൽക്കാലം നമുക്ക് ആസ്ട്രോനോട്ട്സ് എന്ന് പറയാം. അപ്പൊ ഇന്ത്യക്കാരായ 4 എയർഫോഴ്സ് പൈലറ്റുമാരെ റഷ്യയിൽ പിന്നീട് സെൻഡ് ചെയ്ത് റഷ്യയിലെ യൂറി ഗഗാറിൻ കോസ്മോനോട്ട് സെന്റർ മോസ്കോയിലുണ്ട്. യൂറി ഗഗാറിനാണല്ലോ ഇന്ത്യയുടെ വേൾഡിൽ ആദ്യത്തെ സ്പേസ് ട്രാവലർ യൂറി ഗഗാറിൻ എന്ന് പറഞ്ഞ റഷ്യക്കാരൻ. അദ്ദേഹത്തിന്റെ പേരിൽ യൂറി ഗഗാറിൻ കോസ്മോനോട്ട് സെന്റർ ഉണ്ട് മോസ്കോയിൽ. അവിടെ വിട്ട് ഇന്ത്യയുടെ 4 എയർഫോഴ്സ് പൈലറ്റുമാരെ പിന്നീട് പഠിപ്പിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ട്രെയിനിങ് ചെയ്യിക്കാൻ പോവുകയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് ട്രാവലേഴ്സ് അവരിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പൊ അതാണ് ഗഗൻ യാൻ എന്ന് പറയപ്പെടുന്നത്. പിന്നീട് ഇന്ത്യയുടെ സ്പേസ് ലോഞ്ചിങ് എല്ലാം നടക്കുന്നത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ആന്ധ്രാപ്രദേശിലാണ്. പക്ഷെ ഇന്ത്യ ഇപ്പൊ ഒത്തിരി സ്മോൾ സാറ്റലൈറ്റ്സ് പല രാജ്യങ്ങൾക്ക് വേണ്ടി ലോഞ്ച് ചെയ്യുകയാണ്. അപ്പൊ ഇന്ത്യക്ക് ആ ലോഞ്ച് പാഡ് അപര്യാപ്തമാണ്, ഇൻസഫിഷ്യന്റ് ആണ്. സോ ഇന്ത്യ ഇസ് ക്രിയേറ്റിംഗ് ന്യൂ ലോഞ്ച് ഫെസിലിറ്റീസ് ഇൻ തമിഴ്നാട്. അതെവിടെയാണെന്ന് പറഞ്ഞാൽ തമിഴ്നാട് തൂത്തുക്കുടി ഡിസ്ട്രിക്റ്റിലാണ്. അതിനുവേണ്ടി 2300 acres ഓഫ് ലാൻഡ് തമിഴ്നാട് ഗവൺമെന്റ് അക്വയർ ചെയ്യുന്നൊക്കെ ന്യൂസ് ഉണ്ട്. തൂത്തുക്കുടി ഡിസ്ട്രിക്റ്റിൽ പുതിയ ലോഞ്ച് പാഡ് വരാൻ പോവുകയാണ് ഈ ശ്രീഹരിക്കോട്ടയ്ക്ക് പുറമെ. പിന്നീട് ഇന്ത്യ SSLVയും പരീക്ഷിക്കാൻ പോവുകയാണ്. SSLV എന്ന് പറഞ്ഞാല് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഇപ്പൊ PSLV പോളർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഒക്കെ 1000 kilogramന് മുകളിലുള്ള സാറ്റലൈറ്റ്സ് ഒക്കെ ലോഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അപ് ടു 500 kg വരെയുള്ള സാറ്റലൈറ്റ്സിന്റെ ലോഞ്ചിങ് ആണ് ഇന്ത്യക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്, വിദേശ രാജ്യങ്ങളിൽ ഓർഡർ കിട്ടുന്നത്. അപ്പൊ അതിന് ഈ PSLV യൂസ് ചെയ്ത അത് കോസ്റ്റ് ഇഫക്റ്റീവ് അല്ല. അപ്പൊ കുറച്ചുകൂടെ കോസ്റ്റ് ഇഫക്റ്റീവ് ISRO ഒക്കെ ആക്കാനും അങ്ങനെ കൂടുതൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടി SSLV സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളും അവര് പരീക്ഷിക്കാൻ പോയാണെന്നൊരു ന്യൂസ് ഉണ്ട്. പിന്നെ ഇന്ത്യയുടെ ആർമി ചീഫിന്റെ പേരുണ്ട്, അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മനോജ് മുകുന്ദ് നരവാനെ ആണ് ഇന്ത്യയുടെ ആർമി ചീഫ്. അതുപോലെ ഇന്ത്യയുടെ CDS ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ബിപിൻ റാവത്ത്, അതുപോലെ ഇന്ത്യയുടെ നേവി ചീഫ് അഡ്മിറൽ കരംബീർ സിംഗ്, ഇന്ത്യയുടെ നേവി ചീഫ് അഡ്മിറൽ കരംബീർ സിംഗ്, പിന്നീട് എയർ ചീഫ് മാർഷൽ RKS ബദൂരിയ BHADAURIA. ഇവരുടെ എല്ലാവരുടെയും ഫോട്ടോ ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിലുണ്ട്. അതുപോലെ ഇന്ത്യയുടെ GST റവന്യൂ കളക്ഷൻ തുടർച്ചയായി 2ാം മാസവും 1 lakh crore ക്രോസ് ചെയ്തു എന്നൊരു ന്യൂസ് ഉണ്ട്. അതൊരു നല്ല ന്യൂസാണ്. കാരണം GST കളക്ഷൻ ഗ്രോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എക്കണോമിയിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നതാണ് അതിന്റെ മീനിങ്. അപ്പൊ ഇന്ത്യയുടെ ഇൻഡയറക്ട് ടാക്സ് ആയ GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കളക്ഷൻ കഴിഞ്ഞ മാസം വീണ്ടും 1 lakh crore ക്രോസ് ചെയ്തു എന്നൊരു ന്യൂസും ഉണ്ട്. ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ മൻപ്രീത് സിംഗിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. മൻപ്രീത് സിംഗ് ഇപ്പൊ FIHന്റെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് കൊടുക്കാൻ വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെടുന്ന പ്ലെയേഴ്സിന്റെ കൂട്ടത്തിലുള്ള ഇന്ത്യയുടെ ക്യാപ്റ്റനാണ്. FIH എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ. FIH അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ എല്ലാ വർഷവും ബെസ്റ്റ് ഹോക്കി പ്ലെയറിനുള്ള അവാർഡ് കൊടുക്കും. അപ്പൊ FIHന്റെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഫൈനലിൽ സെലക്ട് ആകുമ്പോഴേ അത് ന്യൂസ് ആവുന്നുള്ളൂ. മൻപ്രീത് സിംഗ് ഇന്ത്യയുടെ മെയിൽ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനാണ്. വേൾഡ് ചാമ്പ്യന്മാർ ഇപ്പോ ബെൽജിയം ആണ്. ഹോക്കിയിലെ വേൾഡ് ചാമ്പ്യന്മാർ ബെൽജിയം ആണ്. ഇന്ത്യ വേൾഡ് നമ്പർ 5 ആണ്. വേൾഡ് നമ്പർ 5. പിന്നീട് ATP കപ്പ് എന്നുള്ള പേരുള്ള ഒരു പുതിയ കപ്പ് പുരുഷ ടെന്നീസിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ATP അസോസിയേഷൻ ഓഫ് ടെന്നീസ് പ്രൊഫഷണൽസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ തന്നെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മെയിൽ ടെന്നീസ് പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓസ്ട്രേലിയയിൽ വെച്ച് 24ഓളം കൺട്രീസ് ആണ് കോമ്പീറ്റ് ചെയ്യുന്ന ATP കപ്പിന് വേണ്ടിയിട്ട്. ഓസ്ട്രേലിയയാണ് വെന്യൂ. ATP കപ്പ് പുതുതായിട്ട് ഉള്ള ഒരു പുതിയ കപ്പാണ്. ATP നടത്തുന്ന പുതിയ ടീം ഇവന്റ് ആണ്. അതിൽ രാജ്യങ്ങൾ ആദ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ഡേവിസ് കപ്പ് ഒക്കെ പോലെ. പിന്നെ PV സിന്ധു വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻ, അവരുമായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ട്.
പിന്നെ അത് കഴിഞ്ഞ് ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ BS6 ഭാരത് സ്റ്റേറ്റ് 6 എന്ന് പറയുന്ന പൊല്യൂഷൻ കൺട്രോൾ നോംസ് ഇന്ത്യയിൽ വരാൻ പോയാണ് ഈ വർഷം. ഇന്നിപ്പം 2 ജാനുവരി. ഏപ്രിൽ 1 തൊട്ടാണ് BS6 നോംസ് വരാൻ പോണ, പൊല്യൂഷൻ കൺട്രോൾ നോംസ്. അതുപോലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ മാരുതിയുടെയൊക്കെ സെയിൽ കുറച്ച് കൂടി ഈ മാസം എന്നൊരു ന്യൂസ് ഉണ്ട്. അത് നല്ല ന്യൂസ് ആണ്. കാരണം എക്കോണമിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആണിതല്ല. അപ്പൊ അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. ഫെയിം എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു സ്കീമുണ്ട്, FAME. ഫെയിം ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ഫെയിമിന്റെ എക്സ്പാൻഷൻ ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നാണ്. ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇതാണ് ഫെയിം എന്ന് പറയുന്നത്. ഈ ഫെയിം എന്ന് പറയുന്ന സംഭവം, ഫാസ്റ്റ് അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്ന സംഗതി എന്തിനാണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ മാനുഫാക്ചറിംഗിന് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി കുറച്ച് ഇൻസെന്റീവ്സ് കമ്പനീസിന് കൊടുക്കുന്നുണ്ട്. അതിനാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഫെയിം എന്ന് പറയുന്ന സ്കീമാണ്. അതുപോലെ IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടറിന്റെ റെഗുലേറ്ററാണ് IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. IRDAIയുടെ ചെയർമാൻ സുഭാഷ് ചന്ദ്ര ഖുന്തിയ, ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ഹൈദരാബാദ്. REITയുടെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, REIT റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്നുള്ളതാണ്. ക്യാപിറ്റൽ B, ക്യാപിറ്റൽ E, BEE, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്ഥാപനമാണ് BEE, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. ഞാൻ ഇന്നലെ വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മൈനിങ് കമ്പനിയായ വേദാന്തയുടെ കാര്യം പറഞ്ഞിരുന്നു. അതിന്റെ ചെയർമാന്റെ പേര് ഇന്നത്തെ ന്യൂസ് പേപ്പറിലുണ്ട്, അനിൽ അഗർവാൾ. അതുപോലെ വിക്രം കിർലോസ്കറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇന്ത്യയുടെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി CIIയുടെ പ്രസിഡന്റാണ്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി CIIയുടെ പ്രസിഡന്റാണ് വിക്രം കിർലോസ്കർ. അത് കഴിഞ്ഞ് നമ്മൾ ഇന്റർനാഷണൽ പേജിലേക്ക് പോകുന്നു. ഇന്റർനാഷണൽ പേജിൽ പോകുമ്പോൾ ഇപ്പൊ ഇറാഖിൽ ആകെ പ്രശ്നങ്ങളാണ്. അതിനെക്കുറിച്ചുള്ള ന്യൂസ് വലുതായിട്ടുണ്ട്. ഇറാഖിലെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറാഖില് പ്രോ ഇറാൻ ആയിട്ടുള്ള ഇറാഖും രണ്ട് അടുത്തടുത്തുള്ള കൺട്രീസ് ആണ്. ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ അവര് അവിടെ US അഗെയിൻസ്റ്റ് ആയിട്ടും ഇറാഖിലെ ഇപ്പോഴത്തെ ഗവൺമെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ വലിയ പ്രൊട്ടസ്റ്റ് നടത്തിയാണ്. അതാണ് ഇറാഖിലെ മെയിൻ പ്രശ്നം. ഇറാന്റെ സുപ്രീം ലീഡറായ അയത്തുള്ള അലി ഖമേനിയുടെ ഒരു ഫോട്ടോയും ഇന്നത്തെ ഇന്റർനാഷണൽ പേജിലുണ്ട്. ഇറാന്റെ സുപ്രീം ലീഡർ എന്നറിയപ്പെടുന്നത് അവിടുത്തെ ഷിയ മുസ്ലിംസിന്റെ ആത്മീയ ആചാര്യൻ, സ്പിരിച്വൽ ലീഡറായ അയത്തുള്ള AYATOLLAH അയത്തുള്ള അലി ഖമേനിയാണ്. KHAMENEI അയത്തുള്ള അലി ഖമേനി. അതുപോലെ നോർത്ത് കൊറിയയുടെ പ്രസിഡന്റിന്റെ ഫോട്ടോയും സ്റ്റേറ്റ്മെന്റും ഉണ്ട്. നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് അൺ ആണ്. കിം ജോങ് അൺ. പിന്നെ ഗോതബായ രാജപക്സയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ഗോതബായ രാജപക്സ ശ്രീലങ്കയുടെ പ്രസിഡന്റ്, GOTABAYA, ഗോതബായ രാജപക്സ. അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു ന്യൂസും ഉണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ ലോങ്സ്റ്റ് സർവിംഗ് പ്രൈം മിനിസ്റ്റർ. ആണ് ബെഞ്ചമിൻ നെതന്യാഹു. പിന്നീട് മറ്റു ന്യൂസുകളിലേക്ക് പോകുമ്പോൾ NPRനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. NPR നമ്മൾ എന്നും പറയുന്നത് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. അപ്പൊ അതിന്റെ എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണം. NPR നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ഉണ്ട്. അതുപോലെ രാംവിലാസ് പാസ്വാൻ CAA കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. CAA എല്ലാവർക്കും അറിയാം, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് 2019 ആണ് CAA. രാംവിലാസ് പാസ്വാൻ ആരെന്നും അറിഞ്ഞിരിക്കണം. ഇന്ത്യയുടെ ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മിനിസ്റ്ററാണ്. ഇന്ത്യയുടെ ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മിനിസ്റ്റർ. നെയ്ബർഹുഡ് ഫസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസിയാണ്. അതെന്താണെന്ന് അറിഞ്ഞിരിക്കണം. നെയ്ബർഹുഡ് ഫസ്റ്റ്, അതായത് അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഇംപ്രൂവ് ചെയ്യുന്നതിനാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം ഡിപ്ലോമാറ്റിക്കലി കൊടുക്കുന്ന. അതിനെയാണ് നെയ്ബർഹുഡ് ഫസ്റ്റ് എന്ന് പറയുന്ന പോളിസി. നെയ്ബർഹുഡ് ഫസ്റ്റ്. ഈ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയുടെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതില് ഇന്ത്യയുടെ നെയ്ബർഹുഡിലുള്ള രാജ്യങ്ങളുടെ ലീഡേഴ്സിന്റെ പേരൊക്കെ ഉണ്ട്. ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന. ഭൂട്ടാൻ ഇന്ന് കിങ് ആണ് മെയിൻലി. ഭൂട്ടാന്റെ കിങ്ങിന്റെ പേര് ജിഗ്മി, JIGME, ജിഗ്മി ഖേസർ, KHESAR, ഖേസർ വാങ്ചുക്, WANGCHUK, ജിഗ്മി ഖേസർ വാങ്ചുക്. അതുപോലെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഗോതബായ രാജപക്സ. മാൽദീവ്സിന്റെ നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ KP ശർമ്മ ഒലി, ഒലി. മാൽദീവ്സിന്റെ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹ്, SOLIH. അതുപോലെ സർബാനന്ദ സോണോവാൾ നേപ്പാളിന്റെ അല്ല, ആസാമിന്റെ ചീഫ് മിനിസ്റ്ററായ സർബാനന്ദ സോണോവാളിന്റെ ഒരു സ്റ്റേറ്റ്മെന്റും ഫോട്ടോയും ഉണ്ട്. അതുപോലെ രവിശങ്കർ പ്രസാദിന്റെ ലോ മിനിസ്റ്ററിന്റെ ഒരു സ്റ്റേറ്റ്മെന്റും പിക്ചറും ഉണ്ട്.
അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ എഡിറ്റോറിയൽ പേജാണ്. എഡിറ്റോറിയൽസിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ ഇൻഫ്രാസ്ട്രക്ചർ പുഷ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഇൻഫ്രാസ്ട്രക്ചർ പുഷ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ എന്താണെന്നുള്ള കാര്യം ഇന്നലത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇന്നലത്തെ ഹിന്ദുവിലെ ആദ്യത്തെ ന്യൂസ്, മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 102 lakhs crores of rupees അടുത്ത 5 വർഷം ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. 102 ലക്ഷം കോടി അല്ലെങ്കിൽ 102 lakhs of crores of rupees ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ സ്പെൻഡ് ചെയ്യാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. നിർമ്മലാ സീതാരാമന്റെ ഫിനാൻസ് മിനിസ്റ്ററാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇന്നലെ അനൗൺസ് ചെയ്തത്. അപ്പൊ അത് ഇന്ത്യയുടെ എക്കോണമിയിൽ ഏത് തരത്തിലുള്ള മാറ്റം, അത് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കും. അതിനെക്കുറിച്ചുള്ള അനാലിസിസ് ആണ് ഹിന്ദുവിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ എ പെർസിസ്റ്റിംഗ് വേരിയൻസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. എ പെർസിസ്റ്റിംഗ് വേരിയൻസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ എന്താണെന്ന് വെച്ചാൽ നിതി ആയോഗിന്റെ SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇൻഡെക്സ് ഇപ്പം റിലീസ് ചെയ്തു. ഞാനത് പറഞ്ഞാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്താണെന്ന്. യുണൈറ്റഡ് നേഷൻസ് 2030 വേൾഡിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 17 ഗോൾസിനെയാണ് SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന ഇന്ത്യൻ സ്റ്റേറ്റുകൾ സദേൺ സ്റ്റേറ്റ്സ് ആണ്, എസ്പെഷ്യലി കേരള ആൻഡ് തമിഴ്നാട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ജെൻഡർ ഇക്വാലിറ്റിയുടെ കാര്യത്തിൽ ഇന്ത്യൻ സ്റ്റേറ്റുകൾ, ഈവൻ ബെറ്റർ പെർഫോമിംഗ് സ്റ്റേറ്റ്സ് ആയ സദേൺ സ്റ്റേറ്റുകൾ പോലും ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിൽ മോശമാണ് എന്നുള്ള ഒരു മെൻഷനും അവിടെ ഉണ്ട്. അതാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. വായിച്ചു നോക്കുക എല്ലാവരും. പിന്നെ ഉജാല എന്ന് പറയുന്ന സ്കീമിനെ കുറിച്ചൊരു സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്കീമാണ് ഉജാല. എല്ലാ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. UJALA ഉജാല. ഉന്നത് ജ്യോതി ബൈ അഫോർഡബിൾ LED ഫോർ ഓൾ എന്ന് പറയുന്ന സ്കീമാണ്. ഉന്നത് UNNAT ഉന്നത് ജ്യോതി ബൈ അഫോർഡബിൾ LEDs ഫോർ ഓൾ. അതായത് LEDs ഇന്ത്യയിലെ എല്ലാ ആൾക്കാർക്കും ഫ്രീ ഓഫ് കോസ്റ്റോ അല്ലെങ്കിൽ സബ്സിഡൈസ്ഡ് റേറ്റിലോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ എനർജി കൺസംഷൻ കുറയ്ക്കുക. അതാണ് ഉജാല സ്കീമിന്റെ ലക്ഷ്യം. ഉന്നത് ജ്യോതി ബൈ അഫോർഡബിൾ LED ഫോർ ഓൾ. അതുപോലെ ഉദയ് എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് സ്കീമിനെ കുറിച്ച് അവിടെ ഒരു മെൻഷൻ ഉണ്ട്. ഉദയ് ഉജ്വൽ ഡിസ്കോം DISCOM ഡിസ്കോം അഷുറൻസ് യോജന എന്നാണ്. ഉജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന ഉദയ് എന്ന് പറയുന്ന സ്കീമും സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്കീമാണ്. അത് ഇന്ത്യയിൽ ഡിസ്കോംസ് എന്ന് പറയുന്ന കമ്പനീസ് ആണ്. ഡിസ്കോം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് ആണ്. പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിനാണ് ഡിസ്കോംസ് എന്ന് പറഞ്ഞാൽ. അവരുടെ നഷ്ടം മൂലം അവർ പല കമ്പനീസും പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ ആ കമ്പനീസിനെ റിവൈവ് ചെയ്ത് അവരെ പ്രൊട്ടക്ട് ചെയ്ത് അവരുടെ കടബാധ്യതകൾ ഇല്ലാതാക്കുന്നതിന് ഗവൺമെന്റ് തുടങ്ങിയ സ്കീമാണ് ഉദയ് ഉജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന. മഹാരാഷ്ട്രയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററിന്റെ ഫോട്ടോ ഉണ്ട്. അജിത് പവാറാണ് മഹാരാഷ്ട്രയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അജിത് പവാർ. CPWD സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് CPWD സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്. K. ശിവൻ ISROയുടെ ചെയർമാൻ. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. അതൊരു സെൻട്രൽ ഗവൺമെന്റ്. ഞാൻ 2-3 സെൻട്രൽ ഗവൺമെന്റ് സ്കീമുകളുടെ പേര് പറഞ്ഞു. ഇപ്പൊ അടുത്തത് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. എന്താണെന്ന് വെച്ചാൽ ക്രോപ്പ് ഇൻഷുറൻസ് സ്കീമാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്രോപ്പ് ഇൻഷുറൻസ് സ്കീമാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന എന്ന് പറയുന്നത്. പിന്നീട് ബിപിൻ റാവത്ത് ആയിരുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കൃഷ്ണമാചാരി ശ്രീകാന്ത്, ഇന്ത്യയുടെ പഴയ ക്യാപ്റ്റനും ഇന്ത്യയുടെ പഴയ കോച്ചൊക്കെയാണ്. കെ ശ്രീകാന്തിന് BCCIയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കൊടുത്ത് ആദരിക്കാൻ തീരുമാനിച്ചു. കെ ശ്രീകാന്ത് BCCIയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയ മെയിൽ ക്രിക്കറ്റ് പ്ലെയർ. ഫീമെയിൽ ക്രിക്കറ്റ് പ്ലെയർ ആയ അഞ്ജും ചോപ്രയ്ക്കും അത് കൊടുക്കാൻ തീരുമാനിച്ചു. അഞ്ജും ANJUM അഞ്ജും ചോപ്ര. പിന്നീട് വിസ്താര, ടാറ്റയും സിംഗപ്പൂർ എയർലൈൻസും ചേർന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എയർലൈനാണ് വിസ്താര. ടാറ്റയും സിംഗപ്പൂർ എയർലൈൻസും. അതുപോലെ GNPA ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. GNPA ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആണ്. നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ബാങ്കുകളുടെ കിട്ടാക്കടം 90 ദിവസം കഴിഞ്ഞിട്ട് ഒരു കടം തിരിച്ചെടുത്തില്ലെങ്കിൽ അതിന് NPA നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയും. അതുപോലെ ഇത് ഞാൻ പറഞ്ഞാണ്. ഇസ്രായേലിന്റെ ലോങ്സ്റ്റ് സർവിംഗ് പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു. അശോക് ഗെഹ്ലോട്ട് ഇന്ത്യയുടെ ലാർജസ്റ്റ് സ്റ്റേറ്റ് ആയ രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ. ഇന്ത്യയുടെ ലാർജസ്റ്റ് സ്റ്റേറ്റ് ആയ രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്ററാണ് അശോക് ഗെഹ്ലോട്ട്. പ്രകാശ് ജാവദേക്കർ ഇന്ത്യയുടെ എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് മിനിസ്റ്ററാണ്. അതുപോലെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററാണ്. ഇന്ത്യയുടെ എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് മിനിസ്റ്ററും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററും പ്രകാശ് ജാവദേക്കറാണ്. OCI കാർഡ്സ്, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ്സ് എന്നുള്ള ഷോർട്ട് ഫോമാണ് OCI കാർഡ്സ്. അതായത് ഇപ്പൊ ഞാനിപ്പോ US പോയി എന്റെ US സിറ്റിസൺഷിപ്പ് എടുത്താൽ ഇന്ത്യയുടെ റൂൾസ് അനുസരിച്ച് ഇന്ത്യയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് അലോഡ് ആയിട്ടുള്ളൂ. സോ ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് എനിക്ക് ഓട്ടോമാറ്റിക്കലി നഷ്ടപ്പെടും. അപ്പൊ ഞാൻ US സിറ്റിസൺഷിപ്പ് എടുക്കുമ്പോൾ എനിക്ക് ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെട്ടാലും എനിക്ക് ഇന്ത്യൻ സിറ്റിസൺസ് എൻജോയ് ചെയ്യുന്ന എല്ലാ റൈറ്റ്സും എക്സെപ്റ്റ് PSC ജോബ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റൂല. അതുപോലെ
ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റില്ല. ബാക്കി എല്ലാ റൈറ്റ്സും എനിക്ക് എൻജോയ് ചെയ്ത് ഇന്ത്യയിൽ താമസിക്കുകയും ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുകയും ഇന്ത്യയിൽ നിന്ന് പണം സമ്പാദിക്കുകയും ഇന്ത്യയിൽ സ്വത്ത് സമ്പാദിക്കുകയും ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കാർഡ് ആക്കി വരണം. ആ കാർഡിനാണ് OCI കാർഡ് എന്ന് പറയുന്നത്, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ്. ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ്. ആൽഫബറ്റിന്റെ CEO ആണ് സുന്ദർ പിച്ചൈ. സത്യ നാദല്ല മൈക്രോസോഫ്റ്റിന്റെ CEO. മൈക്രോസോഫ്റ്റിന്റെ CEO സത്യ നാദല്ല. ഫേസ്ബുക്കിന്റെ CEO മാർക്ക് സുക്കർബർഗ്. ട്വിറ്ററിന്റെ CEO ജാക്ക് ഡോഴ്സി, JACK, ജാക്ക് ഡോഴ്സി, DORSEY, ജാക്ക് ഡോഴ്സി. ഊബറിന്റെ CEO ദാര ഖുസ്രോവ്ഷാഹി, DARA, ദാര ഖുസ്രോവ്ഷാഹി, KHOSROWSHAHI, ദാര ഖുസ്രോവ്ഷാഹി, ഊബറിന്റെ CEO. മുകേഷ് അംബാനി റിലയൻസിന്റെ CEO, റിലയൻസിന്റെ ചെയർമാൻ. ഭാരതി എയർടെലിന്റെ CEO ഗോപാൽ വിത്തൽ, VATTL. ഗോപാൽ വിത്തലാണ് ഭാരതി എയർടെലിന്റെ CEO. ചെയർമാൻ സുനിൽ മിത്തലാണ്. ഫ്ലിപ്കാർട്ടിന്റെ CEO കല്യാൺ കൃഷ്ണമൂർത്തി ഫ്ലിപ്കാർട്ടിന്റെ CEO. ശന്തനു നാരായൺ അഡോബിയുടെ CEO, ADOBE, അഡോബിയുടെ CEO ആണ് ശന്തനു നാരായൺ. പിന്നീട് ഈയിടയ്ക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത സർപ്ലസ് എമൗണ്ട് 1.56 lakhs crores. 1.56 lakhs crores ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് RBI ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത സർപ്ലസ് എമൗണ്ട്. അതുപോലെ NFAയുടെ എക്സ്പാൻഷൻ ചെയ്തിരിക്കുക നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ. NFA നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ. അതെവിടെയാണെന്ന് നടത്തിയിരിക്കണം? പൂനെയിലാണ് NFA നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ. NFAയുടെ ഡയറക്ടർ പ്രകാശ് മഗ്ദും ആണ്. MAGDUM. ഇന്ത്യൻ എയർഫോഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫൈറ്റർ പ്ലെയിൻ, ഇന്ത്യയുടെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഫൈറ്റർ പ്ലെയിൻ ആണ്, റഷ്യൻ മെയ്ഡ് ആണ്. അത് പൂർണ്ണമായിട്ടും പിൻവലിക്കാൻ കാലപ്പഴക്കം കൊണ്ട് അത് പിൻവലിക്കാൻ തീരുമാനിച്ചതിന്റെ പേരാണ് MiG-27. അപ്പം ഇത്രയാണ്. അതുപോലെ ഒരു കാര്യം കൂടെ, അംജദ് അലി ഖാൻ. സരോദ് എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എക്സ്പോണന്റ് ആണ് അംജദ് അലി ഖാൻ. സരോദ്, SAROD, സരോദ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. ഇത്രയാണ് നമ്മളുടെ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള കറന്റ് അഫയേഴ്സ്. താങ്ക് യു.